നമ്മൾ സി എ എക്സാംസിൻ്റെ റിസൾട്ട്സ് ചെയ്യുന്നു ആൻഡ് ഒരു രക്ഷയില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ട്രെൻഡാണ് ഇപ്രാവശ്യത്തെ റിസൾട്ടിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സി എ ഇൻ്റർമീഡിയറ്റ് എക്സാംസിൽ ബോത്ത് ഗ്രൂപ്പ് പാസ്സായത് 18.4% ആണ്. സി എ ഫൈനൽ എക്സാംസിൽ 19.8%. ഇതന്നെ ഓരോ ഗ്രൂപ്പ് വൈസ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ സി എ ഇൻ്റർമീഡിയറ്റ് ഗ്രൂപ്പ് 1 പാസ്സായത് 27.15%, സെക്കൻഡ് ഗ്രൂപ്പ് 18.28%. സി എ ഫൈനലിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായത് 27.35%, സെക്കൻഡ് ഗ്രൂപ്പ് 36.35%. നൗ ഇതെല്ലാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ICAI എക്സാംസിന് മുന്നേ റിലീസ് ചെയ്ത പ്രസ് കോൺഫറൻസിലും പറഞ്ഞ മാതിരി ഓൾമോസ്റ്റ് 2047 ആകുമ്പോഴേക്കും ഒരു 30 lakh ചാർട്ടേഡ് അക്കൗണ്ട്സിന് റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ മാതിരി പ്ലസ് നമ്മൾ മുന്നത്തെ വീഡിയോസിലും ഞാൻ പറഞ്ഞിരുന്നു, പൊതുവെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ ഫ്യൂ അറ്റംപ്റ്റ് ഒരു ന്യൂ സിലബസ് റിലീസ് ചെയ്യുമ്പോൾ പൊതുവെ നല്ല റിസൾട്ട്സ് കാണാറുണ്ട് എന്നുള്ളത്. ദീസ് ഓർ ഓൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ബട്ട് ദിസ് വാസ് പ്രോപ്പർലി ഷോക്കിംഗ് ടൈപ്പ് റിസൾട്ടായിരുന്നു ഇപ്രാവശ്യം വന്ന്. എനിക്കാണെങ്കിൽ കണ്ടിന്യൂസ്ലി മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ മാക്സിമം ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പാസ്സായ സ്റ്റുഡൻസിന് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് കൺഗ്രാറ്റ്സ് കൊടുത്താൽ മതി. ആൻഡ് അവരുടെ കേസിൽ നമുക്ക് എന്തായാലും സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഫെയിലായ സ്റ്റുഡൻസിൻ്റെ കേസിൽ എനിക്ക് മേ ബി എല്ലാവർക്കും ഇപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഓർ ഈവൻ ഇൻ ദിസ് പെർട്ടിക്കുലർ വീഡിയോ ഞാൻ ജസ്റ്റ് ജനറലായിട്ട് എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞ് അങ്ങനെ ക്ലോസ് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഐ വോണ്ട് ടു ട്രൈ ടു ഹെൽപ്പ് യു ഔട്ട് ഇൻ ദിസ്. അപ്പോൾ എന്താണ് ഫെയിലിയറിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമുക്കൊന്ന് അസസ് ചെയ്തിട്ട് അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ മാക്സിമം എൻ്റെ സൈഡിൽ നിന്ന് മാക്സിമം സപ്പോർട്ട് ഉണ്ടാവും ഇൻഷാല്ലാ. റിഗാർഡിങ് മൈ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ലോ എന്നുള്ള പേപ്പറിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം ആക്റ്റീവായിട്ട് തന്നെ നമ്മൾ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി, അതേപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് സെഷൻസ്, റിവിഷൻ സെഷൻസും ക്വസ്റ്റ്യൻ ഡിഫറൻസ് സെഷൻസും അതേ കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഐ എം ആക്ച്വലി പ്ലാനിങ് ടു ദിസ് ടൈം ജസ്റ്റ് ലോ എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ഫാക്കൽറ്റി കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, മറ്റ് സബ്ജക്ട്സും ഹാൻഡിൽ ചെയ്യുന്ന ഇപ്പോൾ ഏറെക്കുറെ ഫാക്കൽറ്റിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അതിൽ നിന്നും അവരെ വട്ടെവർ സെഷൻസിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നുണ്ടെങ്കിൽ, ഫ്രീ സെഷൻസ് അല്ലെങ്കിൽ വട്ടെവർ എങ്ങനെയൊക്കെ വരുന്നത് അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാനതിൽ ഷെയർ ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. യാ, ദാറ്റ്സ് ഇറ്റ് that I wanted to share as of now. And if you feel like വേറെ പോയിന്റ് എനിക്ക് ഇന്ന് വന്ന കുറേ മെസ്സേജിൻ്റെ ബേസിൽ പറയാനുള്ളത്, ഇഫ് നിങ്ങൾ വിചാരിച്ച ടൈപ്പ് ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ കുറേ മാർക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നു, എന്നാൽ ഈ പേപ്പർ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പേപ്പറിന് അപ്ലൈ ചെയ്യുക അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ, അങ്ങനെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കണം. എനിക്ക് റിപ്പീറ്റഡ്ലി പറയാനുള്ളത് അതൊന്നും വേസ്റ്റ് അല്ല. സി എ ഫൈനൽ എക്സാംസിൽ വരെ പേപ്പർ വെരിഫിക്കേഷൻ പേപ്പറിന് അപ്ലൈ ചെയ്ത് പാസ്സായ ആൾക്കാർ എനിക്ക് പേഴ്സണലി അറിയാം. നമുക്ക് ഒരുപാട് കേസുണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒന്ന് ലക്കിന് ട്രൈ ചെയ്ത് നോക്കാം, എനിക്ക് കുറച്ച് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ ഗ്രൂപ്പ് പാസ്സാവും, എന്നാൽ ഞാൻ വിചാരിച്ച മാർക്കിന് കിട്ടിയിട്ടുണ്ട്, അങ്ങനത്തെ കേസ് അതല്ല ഞാൻ സംസാരിക്കണം. ഐ എം ടോക്കിംഗ് അബൌട്ട് നിങ്ങൾക്ക് ക്ലിയർലി എക്സ്പെക്ട് ചെയ്ത മാർക്കിനേക്കാൾ എത്രയോ മാർക്ക് കുറഞ്ഞു പോയി. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഐ വുഡ് സജസ്റ്റ് നിങ്ങൾ എന്തായാലും ഹെസിറ്റേറ്റ് ചെയ്യരുത്, പേപ്പർ വെരിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക. എന്നാൽ അതിൻ്റെ ഒരു റിസൾട്ട് വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യാനും പാടില്ല. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ സെപ്റ്റംബറിൽ എക്സാംസ് വരാനായി, അപ്പോൾ അതിൻ്റെ അക്കോർഡിംഗ്ലി ഒന്ന് പ്ലാൻ ചെയ്യാനുണ്ട്. സോ നിങ്ങൾ സ്റ്റഡീസ് ഇത് റിസൾട്ട് വന്നിട്ട് നോക്കുക, അങ്ങനെ ചെയ്യാതെ സ്റ്റഡീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.